നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ രാവിലെ ഞാൻ കൂണെടുക്കാനായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് വിരിഞ്ഞതൊക്കെ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇന്നലെ നമ്മൾ കൊടുത്തിട്ട് കുറച്ചെണ്ണം ഒക്കെ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വിരിഞ്ഞത് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ സ്റ്റിക്കറൊന്നും റെഡിയാകാത്തതാണ് നമുക്ക് കൂടുതൽ കടകളിലൊന്നും കൊടുക്കാനായിട്ട് പറ്റാത്തത്. അപ്പം നമ്മൾ കൂടുതൽ കടകളിലൊക്കെ കൊടുക്കണമെങ്കിൽ സ്റ്റിക്കറൊക്കെ റെഡിയായാലും മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ നമ്മുടെ സ്റ്റിക്കറൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഇന്നലെ ചൂട് കാരണം ഇത് കണ്ട ചൂട് ഒരുപാട് കൂടിയിട്ടാണ് ഇതുണ്ട് കൂണൊക്കെ ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിവിടെയും കണ്ടോ, നമ്മൾ ഇവിടെയും കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം 2-3 ദിവസമായിട്ട് പൊതുവെ നമുക്ക് കാലാവസ്ഥ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ഇതുണ്ട്, കുറേ കരിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. അത് ഇവിടെയും ഉണ്ട് കരിഞ്ഞത്, ഉണ്ടോ, ഇവിടെയൊക്കെ കരിഞ്ഞു പോയി, ഇടവശമൊക്കെ ഒരുപാട് കരിഞ്ഞു പോയി. അപ്പം നമ്മൾ നന്നായിട്ട് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കുറേ നഷ്ടം വരും. ഇപ്പോൾ ഈ മണ്ണിനകത്ത് കുറച്ചുണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും വീണ്ടും ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഈ കച്ചിയുടെ ബെഡിനകത്തൊന്നും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. കച്ചിയുടെ ബെഡൊക്കെ ഏകദേശം തീർന്നെന്നാണ് തോന്നുന്നത്. പിന്നെ ചൂട് കാരണമാണ് ഉണ്ടായി വരുന്നതൊക്കെ നമുക്ക് അത് പുറത്തേക്ക് വരാതെ തന്നെ അകത്ത് തന്നെ അത് ഉണങ്ങി അങ്ങ് പോകും. ഈ ഉണങ്ങിയതൊക്കെ നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റണം. പിന്നെ നല്ലതൊക്കെ മാത്രം നമ്മൾ പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കുന്നത്. ഞാൻ കച്ചിയുടെ ബെഡിൽ ചിലതിനകത്തു നിന്നൊക്കെ വീണ്ടും നമുക്ക് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ അറക്കപ്പൊടിയുടെ ബെഡാണ്. ഇതിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കച്ചിയുടെ ബെഡിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാർക്ക് റൂമിൽ ഇത് നമ്മൾ അറക്കപ്പൊടിയിൽ ചെയ്ത ബെഡാണ്. 41 ബെഡുണ്ട്. നമുക്ക് അറക്കപ്പൊടിയിൽ ചെയ്യിക്കുന്ന 41 ബെഡുണ്ട്. ഇതൊക്കെ മൈസീലിയം ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ 7-ാം തീയതിയും 6-ാം തീയതിയും പാക്ക് ചെയ്ത ബെഡുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 15 ദിവസം കഴിഞ്ഞ് 22-ാം തീയതിയാണ് നമ്മൾ പുറത്തേക്ക് മാറ്റുന്നത്. പുറത്തേക്ക് മാറ്റുമ്പോൾ നമ്മുടെ പുതിയ റൂമിലാണ് നമ്മളിത് ഇടുന്നത്. ഇപ്പം നമുക്ക് ടോട്ടൽ ഒരു 140 ബെഡോളം ഉണ്ട്. 140 ബെഡിനകത്ത് വെള്ളത്തിൻ്റെ നനവ് കൂടിയ ബെഡുകളുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് അത്രയും ബെഡുകളുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.